ഏഷ്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റായ മുസിരീസ് ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കാനായി പ്രമുഖ കർഷകനായ ജോർജ് കാളിയാനിയുടെ കൃഷിയിടം തയ്യാറാവുന്നു. എറണാകുളത്ത് ഡിസംബർ 10 മുതൽ 110 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഫിനാലെ. മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നതുപോലെ സസ്യങ്ങളും സംസാരിക്കാറുണ്ട്. അവരുടെ സുഖദുഃഖങ്ങളും പരസ്പരം സംസാരിക്കാറുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിച്ചത് വാനിലയിൽ മാത്രമാണ്. വാനില സംസാരിക്കുന്നത് മനുഷ്യന് കേൾക്കാവുന്ന രൂപത്തിൽ യന്ത്ര സംവിധാനങ്ങളുടെയും സ്പീക്കറുകളുടെയും സഹായത്തോടെ കൃഷിക്കാരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയത് ഒരു പുത്തൻ അനുഭവമായിരുന്നു. കാർഷിക മേഖലയിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളവരാണ് ജോർജ് കാളിയാനിയും ജിനേഷ് കാളിയാനിയും. അവർ നേതൃത്വം നൽകുന്ന ചെമ്പേരി നെല്ലിക്കുറ്റിയിലെ മലമേൽ അഗ്രോ ഫാമും അവർ സന്ദർശിച്ചു. വാനിലയുടെ ജന്മദേശം മെക്സിക്കോ ആണ്. അപ്പോൾ ഈ മെക്സിക്കോയിൽ നിന്നും വാനിലയുമായി ബന്ധപ്പെട്ട ഒരു സയന്റിസ്റ്റ് ഈ സാധാരണക്കാരനായ എന്റെ കൃഷിയിടം ഇന്ന് സന്ദർശിച്ചു. മിസ്റ്റർ ഡാനിയൽ. ഒരു കൃഷിക്കാരനായ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഇതിൽ കൂടുതലൊരു സന്തോഷം എനിക്ക് ചിലപ്പോ കാർഷിക മേഖലയിൽ കൃഷിയിൽ വ്യക്തിപരമായിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ഫിനാലെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിനാലെയായ മുസിരീസ് ഫിനാലയിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഭവമാണ്. അതായത് വാനില എങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ വാനില എങ്ങനെ അവരുടെ സൗഹൃദങ്ങളും അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും, വെള്ളം കിട്ടിയില്ല, വെള്ളം കിട്ടുന്നുണ്ട്, ഇതൊക്കെ സംസാരിക്കുന്നത് സ്പീക്കർ ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രകടമാക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ ചെടികളിലും ഇത് ഉണ്ട് എന്നാണ് ഇപ്പൊ സാർ എന്നോട് പറഞ്ഞത്. വാനിലയിൽ മാത്രമാണ് ഇത് ലോകത്തിൽ, ഒരു സസ്യത്തിൽ വാനിലയിൽ മാത്രമാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ കണ്ടുപിടിച്ച മനുഷ്യൻ എന്റെ സാധാരണക്കാരനായ എന്റെ ഒരു കൃഷിയിടം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, ശരിക്കും ഒരു ഓസ്കാർ കിട്ടുന്ന അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ അത് പറഞ്ഞാൽ ഒരു അൺസ്പീക്കബിൾ എക്സ്പീരിയൻസ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 4 ഇനം തെങ്ങുകളായി 150ഓളം തെങ്ങുകളും 75 ഇനം പഴവർഗ്ഗ ചെടികളും 4 ഇനം വാഴകളും 17 ഇനം കുരുമുളക് ഇനങ്ങളും പൂർണ്ണമായി ജൈവരീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭമാണ് മലമേൽ അഗ്രോ ഫാം. ഇന്ന് രാവിലെ വാനിലയുടെ സംസാര രീതി നേരിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. എരുവേശി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അശോക് കുമാർ, കർണാടക കാർഷിക സർവകലാശാലയിലെ PR വെങ്കടേഷ് ഭട്ട്, അദിത് ജോസഫ് എന്നിവർ ഉണ്ടായിരുന്നു. ട്രൂ മീഡിയ കേരള. ട്രൂ മീഡിയ ന്യൂസ് ചാനലിലേക്ക് വാർത്തകൾ അറിയിക്കാൻ വിളിക്കുക 9447691771 7593 978255 8072751916. ട്രൂ മീഡിയ എന്നും നിങ്ങളോടൊപ്പം.